ഹരിയാന മുഖ്യമന്ത്രിയായി നായബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു. നായബ് സിംഗിന് പിന്തുണയുമായി 4 JJP MLA-മാർ ചടങ്ങിൽ പങ്കെടുത്തു. ഗവർണർ ബന്ദാരു ദത്താത്രേയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്വതന്ത്ര MLA രഞ്ജിത് സിംഗും BJP നേതാവ് ജയ്പ്രകാശ് ദലാലും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, സൈനിക്കൊപ്പം എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു? മറ്റ് വിവരങ്ങൾ. അനുജ 5:30-ക്കായിരുന്നു ആ ചടങ്ങുകൾ ചണ്ഡീഗഡിൽ നടന്നത്. ഇതിൽ നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം 5 MLA-മാരാണ് മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 4 പേർ BJP MLA-മാരും ഒരാൾ സ്വതന്ത്ര MLA-യുമാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ ഹരിയാന മുഖ്യമന്ത്രിയുടെ മാറ്റം അല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മനോഹർ ലാൽ ഖട്ടാർ രാജി സമർപ്പിച്ചത്. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർണാലിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക. ഒപ്പം തന്നെ BJP-യും JJP-യും തമ്മിലുള്ള ഒരു സഖ്യത്തിൽ ചില ഭിന്നതകളും ഉടലെടുത്തിട്ടുണ്ട്. അല്പം മുൻപ് JJP നേതാവ് ദുഷ്യന്തും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. ഹരിയാനയുടെ താല്പര്യത്തിന് വേണ്ടി ഇനിയും താൻ പ്രവർത്തിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാണ് JJP ആ ഒരു അകൽച്ച സഖ്യത്തിൽ നിന്ന് വിട്ടുമാറുന്നതിന്റെ സൂചന കൂടിയാണ്. എന്തായാലും ഒരു പക്ഷേ ദുഷ്യന്ത് നിന്ന് ആഭ്യന്തരമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു രാഷ്ട്രീയ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഹരിയാന സർക്കാരിന്റെ മുഖം മാറി അതിന്റെ വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്.